ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ആ നല്ല കാഴ്ച കാണാൻ കൊല്ലം കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാതൃഭൂമി ന്യൂസ്. കളിയാണ് ഇവിടെ ലഹരി. ഫുട്ബോൾ എന്ന വിശാലമായ കളിയാണ് ഈ കുട്ടികളുടെ മനസ്സിൽ. ഈ കാലുകളിൽ നിന്ന് ക്രോസും പാസും ഷോട്ടുമൊക്കെ പിറക്കുമ്പോൾ എതിരെയും തോൽപ്പിക്കുന്ന ഫുട്ബോൾ എന്ന ലഹരി ഇവർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. പള്ളി മദ്രസയിലെത്തുന്ന കുട്ടികളെയാണ് കായിക ലോകത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ ഒഴുക്ക് തടയാൻ കളികൾക്ക് സാധിക്കുമെന്ന വലിയ ചിന്തയിൽ നിന്നാണ് പള്ളിമുറ്റത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുക്കിയത്. ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ മദ്രസ വിദ്യാർത്ഥികളിൽ ആൺകുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ഈ മസ്ജിദിൻ്റെ അങ്കണത്തിൽ തന്നെ അവർക്ക് വേണ്ടി ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഈ വെക്കേഷനിൽ ഞങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ നടത്തപ്പെടുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം തോന്നിയൊരു കാര്യം, കോച്ചിൻ്റെ നിർദ്ദേശാനുസരണം കൃത്യമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഇതിൽ നിന്ന് നമുക്ക് ഈ കളിയിൻ്റെ ഭാഗമായി ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ സെലക്ഷൻ ട്രയൽസ് നടത്തി. അവരിൽ നിന്ന് 30ഓളം കുട്ടികളെ ഗ്രൗണ്ടിലെത്തിച്ചു. പരിശീലനം ആരംഭിച്ചതോടെ കുട്ടികളുടെ കളി നിലവാരം മാറി. ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഈ ലഹരിക്കെതിരെയുള്ള ഈ ആശയത്തെ കമ്മിറ്റി ഒന്നടങ്കം സർവാത്മന അവർ നല്ല മനസ്സോടുകൂടി അവർ അംഗീകരിച്ച് അവരുടെ എല്ലാ ഒത്താശയും ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ഇനത്തിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് വിജയം കണ്ടു എന്നുള്ളതാണ്. അതിനകത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിച്ചു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും വളരെ കുറഞ്ഞു. കുട്ടികളെല്ലാം നല്ല ഹാപ്പിയാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് അവർ പേരൻസ് തന്നെ വിളിക്കുന്നുണ്ടായി. അവർ നല്ലോണം ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, വേറെ ഒന്നിനും പോകുന്നില്ല. കളി കഴിയുമ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് വരുന്നുണ്ട്. ഇതിനു വേണ്ടി രാവിലെ എണീക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്. രാത്രി ഫോണിൽ കളി കുറവാണ്, പെട്ടെന്ന് ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഫുട്ബോൾ സ്പോർട്സിലോട്ട് ഇറങ്ങി അവർക്ക് നാളത്തെ ഒരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഈ കുട്ടികളെല്ലാം ചേർത്ത് ഇപ്പോൾ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ മത്സരത്തിലടക്കം പങ്കെടുക്കാനുള്ള നീക്കത്തിലാണ് ഇവിടുത്തെ താരങ്ങൾ. വീട്ടിലാകുമ്പോൾ 2-3 ഫ്രണ്ട്സേ ഉള്ളായിരുന്നു. ഇവിടെ വരുമ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരായിട്ട് കളിക്കുമ്പോൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. കോച്ച് എല്ലാം പറഞ്ഞിരുന്നുണ്ട്. കളിക്കേണ്ടത് എങ്ങനെയാണ്, പന്ത് പിടിക്കില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഷൂട്ട് അടിക്കേണ്ടത് എങ്ങനെയാണ്, എല്ലാം പറഞ്ഞിരുന്നുണ്ട് സാർ. 8 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ പള്ളിമുറ്റത്തെ ഫുട്ബോൾ കൂട്ടത്തിലുണ്ട്. ആഴ്ചയിൽ 4 ദിവസമാണ് ഇപ്പോൾ പരിശീലനം. സ്കൂൾ തുറക്കുന്നതോടെ അത് ആഴ്ചയിൽ 2 ദിവസമായി ചുരുങ്ങുമെങ്കിലും കുട്ടികളുടെ കളിയാവേശത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം. കണ്ണൻ, ഈ ഒരു ലഹരി എന്ന വിപത്ത് സമൂഹത്തിൽ ഏത് രീതിയിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് നമ്മൾ ദിനംപ്രതി വാർത്തകളിൽ കാണുന്നതാണ്. വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ഒക്കെ ലക്ഷ്യം വെച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി വിപണനം നടത്തുന്ന വാർത്തകളും നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ മാതാപിതാക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷെ കരുനാഗപ്പള്ളിയിലേക്ക് വന്നാൽ ഈ ആശങ്കയ്ക്കൊന്നും ഒരു വകയുമില്ല. എല്ലാവരും ഫുൾ ഹാപ്പിയാണ്. ഇവർക്കൊരൊറ്റ ലഹരിയേ ഉള്ളൂ, അത് ഫുട്ബോളാണ്. അപ്പോൾ ഈ ഒരു അവധിക്കാലം സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കാനോ അല്ലെങ്കിൽ ലഹരിയുടെ വഴിയെ പോകാനോ ഒന്നുമല്ല, കായിക ശേഷി ഉയർത്താൻ തന്നെയാണ് ഈ പിള്ളേരുടെ തീരുമാനം, അല്ലേ? ഈ കുട്ടികളെ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ മനസ്സിൽ ഉയരുന്നതാണ് തങ്ങളുടെ മക്കളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം മനസ്സിൽ ഉയരുന്നതാണ്. പലപ്പോഴും അവർ പല കാര്യങ്ങളും അങ്ങനെ പരസ്പരം പങ്കുവെക്കൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ഈ ലഹരി മാഫിയയെ തുറച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിൽ ഒരു പൊതുസമൂഹം വരുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് ഈ വെക്കേഷൻ കാലമാണ്. വെക്കേഷൻ കാലത്ത് കുട്ടികൾ ഇപ്പോൾ പലപ്പോഴും ഈ മൊബൈൽ ഫോണിനും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കൂട്ടുകെട്ടിലൊക്കെ തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്ന് കൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത് എത്തിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അവർ ആദ്യം ഈ കുട്ടികളെ, ഈ മദ്രസയിൽ വരുന്ന കുട്ടികളെ മതപഠനത്തിന് ശേഷം ആ കുട്ടികളെ നേരെ അവരുടെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗ്രൗണ്ടിലേക്ക് എത്തിച്ച് അവിടെ ഈ ഫുട്ബോൾ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനുശേഷം ഒരു 30 അംഗ ടീമിനെ സജ്ജരാക്കി. അങ്ങനെയാണ് അവർ ഒരു ടീം രൂപീകരിക്കുന്നത്.
കൃത്യമായി ഒരു പരിശീലനം നേടിയ അല്ലെങ്കിൽ കോച്ച് ആകാൻ യോഗ്യതകളെല്ലാമുള്ള ഒരു അധ്യാപകൻ, സംയുക്ത സ്കൂളിലെ അധ്യാപകനെ ഈ കുട്ടികളുടെ പരിശീലകരാക്കി നിർത്തുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഈ കുട്ടികൾ വളരെ മികച്ച രീതിയിൽ അവരുടെ ഈ ഫുട്ബോൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവരുടെ മനസ്സിലേക്ക് വന്നത് ഫുട്ബോൾ എന്ന ഒരു ലഹരിയാണ്. ഒപ്പം തന്നെ ഈ പല കുട്ടികളും അലസരായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയും മൊബൈൽ ഫോണിൽ കാർട്ടൂണും മറ്റ് ആപ്പുകളും ഒക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവയെല്ലാം ഒഴിഞ്ഞുപോയി. കാര്യം ഈ കളിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ക്ഷീണമാണ്. നേരെ ഭക്ഷണം കഴിക്കുക, അതിനുശേഷം ഒന്ന് വൃത്തിയായ ശേഷം കിടന്ന് ഉറങ്ങുക, പിന്നീട് വീണ്ടും അടുത്ത ദിവസം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയും അങ്ങനെയൊക്കെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ തൽപരരല്ലാതെ ഈ ഫുട്ബോൾ കളി എന്നുള്ള അല്ലെങ്കിൽ കായിക വിനോദം എന്നുള്ള ലെവലിലേക്ക് അതിൽ എൻഗേജ്ഡ് ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കുട്ടികൾ വലിയ രീതിയിൽ സന്തോഷമാണ്. മാത്രമല്ല കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ 2-3 കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല കൂട്ടുകാരെ കണ്ടെത്താൻ സാധിക്കുന്നു. അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ ഫുട്ബോൾ പഠനം ഇവിടെ നിർത്താനല്ല, തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം. അപ്പം തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ വലിയ ഹാപ്പിയാണ്. കാര്യം അവർക്ക് അവധിക്കാലത്ത് മികച്ച ഒരു ഫുട്ബോളർ ആവാനുള്ള ഒരു അവസരം കൂടി ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾ നൽകിയതിൽ വലിയ സന്തോഷത്തിലാണ്. രക്ഷിതാക്കളും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. വലിയ ഒരു ബിഗ് സല്യൂട്ട് ഈ കമ്മിറ്റിക്ക് നൽകേണ്ടതുണ്ട്. കാര്യം ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ ലഹരിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള തെറ്റായ അവധിക്കാലത്ത് മറ്റൊന്നിന്റെയും വഴിയില്ല. ഇവർക്ക് ആകെ ഒരു ലഹരിയേ ഉള്ളൂ, അത് ഫുട്ബോൾ മാത്രമാണ്. അപ്പം